Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് 12th എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി പായസമാണ്, നുറുക്ക് ഗോതമ്പ് പായസം. അല്ലെങ്കിൽ നമുക്ക് ബ്രോക്കൺ വീറ്റ് പായസം എന്ന് പറയാം. നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണോ? നിങ്ങൾക്ക് നമ്മുടെ നോർമൽ റെസിപ്പീസിൻ്റെ ഹെൽത്തി വെർഷൻസ് വേണോ? എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി വെള്ളത്തിൽ കുതിർത്തതാണ്. നല്ലോണം കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഞാനിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേൾക്കുന്നത് വേവിച്ചാൽ മതി, ഒരുപാട് വേവിക്കേണ്ട, എന്നെല്ലാം കൂടെ കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് ഒരു വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കര ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് വെള്ള ശർക്കരയാണ്. ഇത്രയും ശർക്കര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മിനിമം മധുരം മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. എന്നാലും ഏറ്റവും കുറച്ച് മധുരം ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും ഇതിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസിലിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. നമുക്ക് ആ പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ തന്നെ ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഉരുക്കി വെച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ശർക്കരയിൽ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ സാധാരണ പായസം വയ്ക്കുന്നത് ഉരുളിയിലൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നെയ്യിലും ശർക്കരയിലും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് രണ്ടാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. തേങ്ങാപ്പാൽ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തേങ്ങ ചിരിക്കിയതിന് ശേഷം അതിൽ നമുക്ക് എത്ര വെള്ളം വേണോ അത് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് അതിന് തേങ്ങാപ്പാൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയിലോട്ട് 5 കപ്പ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ, നല്ല വലിപ്പമുള്ള ഒരു തേങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്ത് എല്ലാ ഫ്ലേവറും നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഫസ്റ്റ് 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള 3 കപ്പ് 1 പാലാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരണം, ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പായസം തിക്കാവാൻ നിൽക്കരുത്. കാരണം നമ്മളിത് കുറച്ച് നേരം വയ്ക്കുമ്പം തന്നെ പായസം കട്ടിയായി പോവും. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നേരത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമുക്കിതിൽ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ചതച്ചതോ എന്ത് വേണോ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്ക പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. അതിനുശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ വറുത്തിട്ട് പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കാഷ്നട്ട് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാഷ്നട്ടും ഉണക്കമുന്തിരിയും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കൺ വീറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.